ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഗീവറീസച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത വീഡിയോകൾ ധാരാളം ആളുകൾ കാണുകയും ധാരാളം അഭിപ്രായങ്ങൾ പറയുകയും ചില ആളുകൾ വാട്സപ്പിലൂടെയും മെസ്സഞ്ചറിലൂടെയും മെസ്സേജ് അയക്കുകയും ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിൽ പല ആളുകൾക്കുമുള്ളതായ സംശയം, എന്താണ് ഓർത്തഡോക്സി വിശ്വാസം? ഓർത്തോഡോക്സ് എന്നീ രണ്ട് ഗ്രീക്ക് വേർഡുകളിൽ നിന്നാണ് ഓർത്തഡോക്സ് എന്ന പദം ഉണ്ടായത്. ഇതിൻ്റെ സുറിയാനി വാക്ക് ത്രീശൈ ശുഭോ എന്നാണ്. ഇത് കൃത്യമായ മലയാളത്തിൽ പറഞ്ഞാൽ സ്തുതി യുവാക്കപ്പെട്ട സത്യവിശ്വാസം. സ്തുതി യുവാക്കപ്പെട്ട സത്യവിശ്വാസം എന്താണ്? നേരെയാക്കിയ, ക്ലിയറായ, വ്യക്തതയുള്ള, തെറ്റുകൂടാത്തതായ വിശ്വാസം. അതെങ്ങനെ അങ്ങനെ പറയാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, ഓർത്തഡോക്സി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസവും പ്രവൃത്തിയും കൂടി ചേരുന്നതാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അപ്പോൾ ഈ പ്രവൃത്തി എന്തിനോട് ചേരുന്നതായിരിക്കണം? വിശ്വാസത്തോട് ചേരുന്നതായിരിക്കണം. വിശ്വാസം എന്തിനോട് ചേരുന്നതായിരിക്കണം? സ്ലീഹന്മാരുടെ പഠിപ്പിക്കലിനോടും കർത്താവായ യേശുക്രിസ്തു എന്ന അടിസ്ഥാനം നമുക്ക് കാണിച്ചു തന്ന പ്രവർത്തനങ്ങളെ ോട് ചേരുന്നതുമായിരിക്കണം. അങ്ങനെയാകുമ്പോഴേ അത് ഓർത്തഡോക്സി വിശ്വാസം പോകും. ആദിമസഭയുടെ വിശ്വാസ രീതികളായിരുന്നു. ഈ ഓർത്തഡോക്സി വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന ആ സെൻട്രൽ പോയിൻറ്റിനെ ചുറ്റുന്ന സ്ലീഹന്മാരും പിതാക്കന്മാരും പഠിപ്പിച്ചു തന്ന വിശ്വാസവും പ്രവൃത്തിയും കൂടെ ചേരുന്നതായിരിക്കണം. അതാണ് ഓർത്തഡോക്സി. അങ്ങനെ ചേരാത്തവർക്ക് ആ വലയത്തിന് പുറത്തു പോകാം. അങ്ങനെ പോയവരുണ്ട്. ആദിമ നൂറ്റാണ്ടിൽ ശെമോനും നെസ്തോറും അറിയോസും ഒക്കെ ഓർത്തഡോക്സി വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് അവർ സ്വമേധയല്ല, അവരെ സഭ തന്നെ പുറത്താക്കി വിട്ടതാണ്. അവരെ കൊല്ലുമല്ല ചെയ്തത്, മറിച്ച് അവരോട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിനും അവൻ്റെ വചനം എന്ന ആധാരത്തിനും സ്ലീഹന്മാരുടെ പഠിപ്പിക്കലിനും ചേരുന്നതേയല്ല, അതുകൊണ്ട് നിങ്ങൾ പുറത്ത്. അപ്പം ആധുനികമായ ഈ കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് ധ്യാനമാകാം, മറ്റ് ധ്യാനങ്ങളാകാം, കൊട്ടിപ്പാട്ടുകളാകാം, ഇതൊക്കെയാകാം. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഓർത്തഡോക്സിയാണെന്ന് പറയരുത്. അത് സഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമാണെങ്കിൽ ഓർത്തഡോക്സി അല്ല. അതിന് യാതൊരു തർക്കവും വേണ്ട. അത് മേൽപ്പട്ടക്കാരൻ ചെയ്താലും പട്ടക്കാരൻ ചെയ്താലും അൽമായം ചെയ്താലും ആര് ചെയ്താലും അവർ ആ സഭയ്ക്കിതരായി തീർന്നു. അതാണ് അതിൻ്റെ സത്യം. ഈ ചട്ടക്കൂടിന് പുറത്തവർ പോയി എന്ന് വെച്ചാൽ പിന്നെ പുറത്തു നിന്ന് വെച്ചാൽ ഞാനും ഓർത്തഡോക്സിയാണെന്ന് പറയരുത്. പറഞ്ഞുകൊണ്ട് അതിനകത്ത് അർത്ഥമില്ലെന്നായി തീരും. ആദിമസഭയിൽ ഏതൊക്കെ വിശ്വാസാചാര രീതികൾ പാലിച്ചു പോകുന്നു അതിന്നും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ഓർത്തഡോക്സി. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച്, ഞാൻ വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇവണ്ണം അനുഷ്ഠിപ്പീൻ. അനുസ്മരിക്കാനല്ല, അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാന നമ്മളെന്താ പറയുന്നത്? അനുഭവിച്ചിടുന്നവർക്ക് അനുഷ്ഠിക്കുന്ന ഈ കുർബാന. അപ്പോൾ അനുഷ്ഠാനമാണ്, അതായത് പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ വെറുതെ ഇരുന്ന് ഓർക്കുക എന്ന അനുസ്മരണം എന്ന് പറഞ്ഞാൽ ഓർമ്മ മാത്രമേ ഉള്ളൂ. അതുവഴിയെ നടന്നു പോകുമ്പോഴും നമുക്ക് ഓർക്കാം, വെറുതെ ഇരിക്കുമ്പോഴും ഓർക്കാം, വെറുതെ കിടക്കുമ്പോഴും ഓർക്കാം, നമുക്ക് എപ്പോഴും ഓർക്കാം. അങ്ങനെ ഒരു അനുസ്മരണമല്ല, അനുഷ്ഠാനത്തോട്, അതായത് പ്രവൃത്തിയോട് കൂടിയുള്ള വിശ്വാസം അവിടെ ഉണ്ടായിരിക്കണം. അനുഷ്ഠാനം. അപ്പോൾ ആ അനുഷ്ഠാനം അഥവാ പ്രവൃത്തി 7 കൂദാശകളും ആർത്തഡോക്സായാലും ഒക്കെയുണ്ട്. അവിടെ പ്രവൃത്തികളൂടെ ചേരുകയാണ്. അതിനെയാണ് ആചാരം എന്ന് നമ്മൾ പറയുന്നതും. നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു ആചാരസഭ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് അതിനെക്കുറിച്ച് ഓർത്തഡോക്സി എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അപ്പം ചോദിക്കും, ഈ ഓർത്തഡോക്സിയും ഈ വിശ്വാസവും ഒക്കെ ഇങ്ങനെ തീക്ഷ്ണമായിട്ട് നിന്നിട്ട് നമ്മുടെ ആളുകൾ ആത്മദാഹം കാരണം നാലുപാട് ഓടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു 10-60-100 കൊല്ലം മുമ്പ് നമ്മുടെ സഭയിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന അതേ രീതിയിൽ ഇന്നും അനുഷ്ഠിക്കുമ്പോഴും അതിനകത്ത് കുറേയല്ല, കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനത് വേറൊരു വീഡിയോ തിരികെ കയറ്റി എന്നും പറഞ്ഞാൽ അച്ഛനെ കടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്. തിരികെ കയറ്റുന്നതിനല്ലേ പറയാൻ പറ്റുള്ളൂ. മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ, അതായത് മധ്യസ്ഥ പ്രാർത്ഥന, ജന്മദിന പ്രാർത്ഥന, വാർഷിക പ്രാർത്ഥന, പിന്നെ എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടി അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥന, ജലദോഷം വന്നിട്ടുണ്ട് അതിനുവേണ്ടി പ്രത്യേകം, ഇങ്ങനെ പ്രാർത്ഥനകളുടെ എണ്ണം വിപുലീകരിച്ച് അങ്ങോട്ട് കൂടിയിട്ടും വിശ്വാസികളുടെ ആത്മദാഹം തീരുന്നില്ല എങ്കിൽ അത് ആരുടെ കുറ്റമാണ്? അത് വിശ്വാസികളുടെ മാത്രം കുറ്റമല്ല, വൈദികരുടെ മാത്രം കുറ്റമല്ല, മേൽപ്പട്ടക്കാരുടെ മാത്രം കുറ്റമല്ല, അവനവൻ്റെ കുറ്റമാണത്. അവനവൻ്റെ കുറ്റമാണ്.
എന്തുകൊണ്ടെന്നാൽ പണ്ട് കാലത്ത് ഒരു പട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ അവനൊരു പാസ്റ്ററൽ ശുശ്രൂഷയും കൂടിയായിരുന്നു. അതായത് അവൻ നല്ലൊരു ഉപദേഷ്ടാവായിരുന്നു, അവൻ നല്ലൊരു ഗുരുവായിരുന്നു, അവൻ നല്ല രീതിയിൽ സഭയുടെ വിശ്വാസാചാരങ്ങൾ പഠിപ്പിക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതനുസരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമുണ്ടായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ സഭയിൽ ഛിദ്രതകൾ കടന്നുകൂടി നല്ല അധികാരത്തിന് വേണ്ടി ആയപ്പോൾ പക്ഷം പിടിക്കുന്ന പട്ടക്കാരും സ്വാർത്ഥ താല്പര്യക്കാരായ അൽമായരൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിസങ്ങളായി. ഈ ഗ്രൂപ്പിസങ്ങൾ വളർന്നു വന്നപ്പോൾ വൈദികരെന്ന് പറയുന്നത് ദൈവാലയത്തിലെ 7 കൂദാശകൾ അർപ്പിക്കുക, ആണ്ടുതക്സാല ക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന വെറും കൂലിക്കാരനായി മാറി. എനിക്ക് അറിയാവുന്ന ഒരു ദൈവാലയം, ആ ദൈവാലയം അത്യാവശ്യം ആളുകളൊക്കെ കൂടുതൽ അംഗസംഖ്യയുള്ളതാണ്. അപ്പോൾ അവിടെ 2 അച്ഛന്മാരുണ്ട്. അപ്പം അവർ തീരുമാനം എടുത്തു, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന വേണം. പണ്ട് കാലത്ത് ഞായറാഴ്ച മാത്രം മൊറാനായ ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിൽ ഇവിടെ എല്ലാ ദിവസവും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം കാര്യമായിട്ട് ഈ ഒരു സംസാരം നടന്നതിന് ശേഷം കുറേ കാലം കഴിഞ്ഞപ്പം ഇതിനകത്ത് ബന്ധപ്പെട്ട ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പം പുള്ളിയോട് ഞാൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. ഇത്രയും ശമ്പളം കൊടുക്കുന്നതല്ലേ അച്ഛന്മാർ ഈ ഞായറാഴ്ച മൊറാന ദിവസം വന്ന് കുർബാന ചെയ്യാതെ ബാക്കിയുള്ള ദിവസവും കൂടെ വന്ന് ചെല്ലട്ടെ, പണിയെടുക്കട്ടെ. അതായത് പണി എടുക്കട്ടെ, അതാണ് വിഷയം വന്നത്. ഒരു കൂലിക്കാരന് തുല്യമായി പട്ടക്കാരൻ മാറിയപ്പോൾ, അല്ലെ പട്ടക്കാരനെ അങ്ങനെ മാറ്റിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാസ്റ്ററൽ ശുശ്രൂഷ സഭയിൽ നിന്ന് അന്യം നിന്ന് പോവുകയും ഓർത്തഡോക്സി വിശ്വാസം പതുക്കെ ക്ഷയിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥ വന്നു. ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് അവൻ പ്രാർത്ഥനയെ മാറ്റിക്കൊടുത്തു. അപ്പോൾ ഇവിടെ മുഴുവനായില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഉണ്ടെന്ന് വിചാരിക്കുന്ന മറ്റൊരു ധ്യാന കേന്ദ്രത്തിലോ കരിസ്മാറ്റിക് കേന്ദ്രത്തിലേക്ക് കൂടും. അവിടെ ചെല്ലുമ്പം ഈ പാരമ്പര്യം അനുസരിച്ച് പിതാക്കന്മാർ പഠിപ്പിച്ചത് മാത്രം കാണിച്ചാൽ ആളുകൾ എന്നാൽ പിന്നെ പള്ളിയിൽ പോയാൽ ചിന്തിക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ആ കരിസ്മാറ്റിക്കിനകത്ത് കുറച്ച് സത്യവിശ്വാസത്തിനും സ്തുതിവാക്കപ്പെട്ട വിശ്വാസത്തിനും വിരുദ്ധമായത് പലതും ആഡ് ചെയ്ത് ചേർക്കാൻ തുടങ്ങി. അതാണ് ജൽപ്പനമെന്ന് ജിബ്രീഷ് എന്ന് പറഞ്ഞതായ ഹറഹറ ഹിറഹറ എന്നുള്ളതായ ലാംഗ്വേജ് ഒന്ന്. മറ്റൊന്ന്, സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തിനകത്ത് ഓർത്തഡോക്സ് വിശ്വാസത്തിനകത്ത് ഇല്ലാത്ത കർത്താവിൻ്റെ ശരീരം എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധന, അതുപോലെ തിരുരക്തത്തിൻ്റെ ആരാധന, തിരുഹൃദയത്തിൻ്റെ ആരാധന, അതുപോലെ മുൾമൂടിയുടെ ആരാധന, അതുപോലെ തിരുമുറിവുകളുടെ ആരാധന, ഇങ്ങനെ പാർട്സ് ബൈ പാർട്സ് ആയിട്ടുള്ള ആരാധനകൾ പതുക്കെ അവിടെ കടന്നുകൂടി. സത്യവിശ്വാസി അല്ലാണ്ടായിത്തീരുന്ന അനുഭവം വരിക അവിടെ താൽക്കാലിക ലാഭത്തിനും ഒരു താൽക്കാലിക സുഖത്തിനും വേണ്ടി അവൻ തൻ്റെ സത്യവിശ്വാസത്തെ ബലി കഴിച്ച് വെച്ച് അവനും പറയുന്നത് എന്താ, ഞാനും ഓർത്തഡോക്സി വിശ്വാസിയാണ്. എങ്ങനെയാണ് അവൻ ഓർത്തഡോക്സി വിശ്വാസിയാകുന്നത്? ഈ ഓർത്തഡോക്സി വിശ്വാസം എന്നത് ഒരു ഇരുമ്പൊലയ്ക്കല്ല, പക്ഷേ യേശുക്രിസ്തു എന്ന കേന്ദ്രബിന്ദുവിൻ്റെ ചുറ്റുമുള്ളതായ ഒരു വലയമാണ്. ആ വലയത്തിനുള്ളിൽ നമുക്ക് നിൽക്കാൻ കഴിയണം. അവിടെ സ്ലീഹന്മാരുടെ പഠിപ്പിക്കലുണ്ട്, പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളുണ്ട്, വിശ്വാസികളുടെ വിശ്വാസവും പ്രവൃത്തിയുണ്ട്. ഇതെല്ലാം കൂടെ യേശുക്രിസ്തു എന്ന ജീവനുള്ള സത്യത്തിലേക്ക് ക്ലബ് ചെയ്യുന്നതായിരിക്കണം. അതിന് അവൻ്റെ വചനങ്ങൾ ആധാരമായിരിക്കണം. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ അതിനോട് സാക്ഷീകരിക്കുന്നതായിരിക്കണം. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ മാത്രമേ ഓർത്തഡോക്സി വിശ്വാസം എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിലുള്ള ഓർത്തഡോക്സ് വിശ്വാസം നാം മാറിപ്പോകുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ തിയോളജി, എൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വിശ്വാസവും പ്രവൃത്തിയും പിതാക്കന്മാരുടെയും സ്ലിഹന്മാരുടെയും പഠിപ്പിക്കലോട് ചേരുന്നതും യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നിന്ന് അകലാത്തതും അതിനോട് പൂർണ്ണമായും ലയിക്കുന്നതും ആയിരിക്കണം. അതാണ് നമ്മുടെ സത്യവിശ്വാസം. അതിന് വിരുദ്ധമായിട്ട് പാർട്സായിട്ട് ആരാധിക്കുക കുർബാന, അതായത് അനുഭവിച്ചിടുന്നവർക്ക് അനുഷ്ഠിക്കുന്ന ഈ കുർബാന എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് തിയോളജി അനുസ്മരിക്കുന്നു, ഓർക്കുന്നു എന്നേ പറയുന്നുള്ളൂ. ഓർക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അവിടെ പ്രവൃത്തിയും കൂടെ വേണം. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അത് വേണം. അപ്പോൾ നമ്മുടെ ഏത് കുദാശകളും അനുഷ്ഠാന ശുശ്രൂഷകളാണ്. അവിടെ പ്രവൃത്തിയും കൂടെ ഉണ്ട്. അവിടെ ഒരു സംഭവം നടക്കണം, ഒരു പ്രവൃത്തി നടക്കണം. ഉദാഹരണത്തിന് കുമ്പസാരിക്കാൻ വന്ന ഒരാൾ അയാളുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അവൻ്റെ പാപങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലും കെട്ടുവാനും അഴിക്കാനുള്ള ആചാരത്തിൻ്റെ അധികാരത്താലും നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നോ മോചിക്കപ്പെടും, ആരുടെ പാപങ്ങൾ നിലനിർത്തുന്നോ നിലനിർത്തപ്പെടും എന്നുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2 വചനങ്ങൾ ചേർത്ത് വെച്ചിട്ട് നിൻ്റെ പാപം മോചിച്ചു എന്ന് പറയുമ്പോൾ അവനത് വിശ്വസിക്കുകയും അവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ പ്രവൃത്തിയായി.
മാമോദിസ മുങ്ങുന്ന കുഞ്ഞ് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിച്ചു എന്ന് വിശ്വസിക്കുകയും കുഞ്ഞോ വലുതോ ആരോ ആയിക്കൊള്ളട്ടെ, വിഗ്രഹാരാധന സകല അവശിഷ്ടത്തെയും നിന്നിൽ നിന്ന് ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോൾ അതവിടെ സംഭവിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ മാത്രമേ പ്രവൃത്തിയാവുള്ളൂ, എങ്കിൽ മാത്രമേ വിശ്വാസമാവുള്ളൂ. ഇതെൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കുക, ഇതെൻ്റെ രക്തം നിങ്ങൾ പാനം ചെയ്യുക എന്ന് പറയുമ്പോൾ നാം അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അതൊരു അനുഷ്ഠാന, ഒരു പ്രവൃത്തിയാകുന്നു. അവിടെ ആ വിശ്വാസപൂർവ്വം അത് സ്വീകരിക്കുമ്പോൾ കർത്താവ് നമ്മളിലും നാം കർത്താവിലുമായിത്തീരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ഓർത്തഡോക്സ് വിശ്വാസം വരുന്നത്. അല്ലാതെ അനുസ്മരിച്ചു ഓർത്തു, ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഓർക്കാം, എനിക്ക് മധുവാനിൽ ഇരുന്നുകൊണ്ട് ഓർക്കാം, എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഓർക്കാം, അല്ലെങ്കിൽ എൻ്റെ ഓരോരോ പ്രവൃത്തികളിലും എനിക്ക് കർത്താവിനെ ഓർക്കുക, കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർക്കുക. അപ്പോൾ കർത്താവ് എന്ന് വിളിക്കുന്നതിനല്ല, എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനത്ര എനിക്ക് കൊള്ളാം. അപ്പോൾ ആ പ്രവൃത്തിയാണ് വേണ്ടത് വിശ്വാസത്തിന്. അതായത് എങ്ങനെയുള്ള പ്രവൃത്തിയാണ്? യേശുക്രിസ്തു എന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നത് ആണ് വിശ്വാസം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ഇവിടെ അപ്പുറം ഇപ്പുറം എന്ന് പറയുമ്പോഴും പാർട്സ് ബൈ പാർട്സ് ആയിട്ടുള്ള ആരാധനയ്ക്കോ മറ്റു കാര്യത്തിനോ ഒന്നിനും ഓടേണ്ട ആവശ്യമില്ല. ക്രിസ്തു എന്ന സത്യത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുന്ന അനുഭവം ഉണ്ടാകും. അപ്പോൾ ആ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനീ പറഞ്ഞ പോലെ പ്രവൃത്തി, വിശ്വാസം, അത് പിതാക്കന്മാരുടെ പഠിപ്പിക്കലിലൂടെ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിലേക്ക് എത്തുന്നതായിരിക്കണം. അതിനെയാണ് യഥാർത്ഥ ഓർത്തഡോക്സി എന്ന് പറയുന്നത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞുതരാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന ഭാഷയിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ സത്യവിശ്വാസം എന്ന് പറയുന്നത് നിഗൂഢമായ ഒരു കാര്യമല്ല. ചില കാര്യങ്ങളും മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിമർശിച്ച വൈദികരുണ്ട്. അങ്ങനെയൊന്നുമല്ല. അതിന് കാരണങ്ങളുണ്ട്. ചില പ്രാർത്ഥനകൾ വൈദികർ രഹസ്യമായിട്ട് ചൊല്ലിയില്ല. ജനങ്ങൾക്കത് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നൊരു സംഭവം, പങ്കെടുക്കുക അല്ലെങ്കിൽ അതിനകത്ത് ആകുക എന്നുള്ളത് ഉണ്ടാകത്തില്ല. എല്ലാം വൈദികൻ തന്നെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ അവിടെ മിണ്ടാതെ നിൽക്കുന്ന അനുഭവം വരും. അപ്പോൾ ആ സമയത്ത് വൈദികൻ വെറുതെ നിൽക്കാതിരിക്കുക എന്നുള്ളത് വൈദികൻ്റെ ആവശ്യം. ദൈവമാത്മാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാണ്ടിരിക്കാൻ അതിന് സന്ദർഭം അനുസരിച്ചും സാഹചര്യം അനുസരിച്ച് അതിന് ചേരുന്ന ഒരു പ്രാർത്ഥന അവിടെ രഹസ്യമായി ക്രമീകരിച്ചിരിക്കുന്നു. അതാണ് അവിടെ സത്യം. അതുകൊണ്ട് അത് പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദികർ മാത്രം കാണുന്ന ഉത്തരം അത് എഴുതി വെക്കേണ്ടി വരും. ഒരു കാരണവശാലും ആ വൈദികരല്ലാത്ത ഒരാളുടെ കയ്യിൽ പോലും ആ ബുക്ക് എത്തിപ്പെടാൻ സാഹചര്യം ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് കാര്യമാണെങ്കിലും സിമ്പിളായി ജനത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ജനങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നമ്മുടെ വിശുദ്ധ കുർബാനക്രമങ്ങൾക്കകത്തൊക്കെ ഒരുപാട് പാട്ടുകളുടെയും വാക്കുകളുടെയും അർത്ഥം നമ്മുടെ വിശ്വാസികൾക്ക് അറിയത്തില്ല. ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആളുകളെ എനിക്കറിയാം. ഉദാഹരണത്തിന് പറഞ്ഞാൽ വിണ്ണും വീണും തമ്മിൽ നമ്മുടെ വിശ്വാസികൾക്ക് തിരിച്ചറിഞ്ഞുകൂടാ. പള്ളിയിൽ നിറഞ്ഞ വൈശ്വയ്ക്കകത്ത് പലരും സ്വർഗം വേണ്ടെന്നാണ് ചൊല്ലുന്നത്. വിണ്ണ്, വീണ്, അതുപോലെ തന്നെ കൂടിയിരിക്കുകയും ചെയ്യുന്ന വ്യത്യാസമുണ്ട്. അരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അതുപോലെ പുക്കാർത്തതിനാൽ എന്നുള്ളതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ആ പാട്ടിന് ചേരുന്ന വിധത്തിൽ ക്രമീകരിച്ചപ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ അർത്ഥം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വിശ്വാസികൾ അത് നോക്കത്തില്ല. പക്ഷേ നോക്കാത്തത് കൊണ്ട് അവരെ കുറ്റം പറയാനും നമുക്ക് പറ്റത്തില്ല. പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ പാസ്റ്റർ, അതായത് ഈ ഉപദേഷ്ടാവും ഗുരുക്കന്മാരുമായിരുന്ന വൈദികരെ വെറും തൊഴിലാളികളായി കാണാൻ വിശ്വാസികൾ പഠിക്കുകയും അവരെ അധികാര സ്ഥാനത്തിരിക്കുന്നവരങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തെടുത്ത് വിശ്വാസം എന്നത് ഇവിടെ വന്ന് നിന്ന് കാണുന്ന ഒരു കാഴ്ച അഥവാ ഒരു അനുസ്മരണം മാത്രമായി മാറി അനുഷ്ഠാനമില്ലാത്ത അവസ്ഥ തോന്നുന്നു, പ്രവൃത്തിയില്ലാത്ത അവസ്ഥ തോന്നുന്നു. അതുകൊണ്ടാണ് കൂടുതൽ തേടി പോകേണ്ടി വരുന്നത്. ആഴത്തിൽ വേരോടിയ വിശ്വാസമാണ് സുറിയാനി സഭയുടെ വിശ്വാസം. ഓർത്തഡോക്സ് വിശ്വാസം എന്ന് പറയുന്നത് ആഴത്തിൽ വേരോടിയതാണ്. ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയാത്തത് വരുന്നതുകൊണ്ടാണ് മേളത്തെ വേരിങ്ങനെ നാലുപാട് ഓടുന്ന പോലെ നമ്മൾ ഓടിപ്പോകുന്നത്. അത് വൈദികൻ്റെ മാത്രം കുറ്റമല്ല, മേൽപ്പെട്ടക്കാരൻ്റെ മാത്രം കുറ്റമല്ല, വിശ്വാസികളുടെ മാത്രം കുറ്റമല്ല, അവനവൻ്റെ കുറ്റമാണ്. അവനവൻ ഇത് അന്വേഷിക്കാനും കണ്ടെത്താനും പരിശ്രമിക്കാത്തതിൻ്റെ കുറ്റം തന്നെ. അതാരായിരുന്നാലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവനുള്ള നാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.